കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ചാക്കുപടി അന്തിക്കാടും റീപഠിച്ചതും ചേർന്നൊരു സർപ്രൈസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ടുമുമ്പ് വേറൊരു കാര്യം പറയാം. ഈ പരിപാടിയുടെ അറിയിപ്പ് വന്ന സമയത്ത് എല്ലാവരും എല്ലാ ഭാഗത്തും ചോദിച്ചത് എങ്ങനെ നടത്തുന്നതിന് ഫീസുണ്ടോ. അപ്പോൾ വന്നവർക്ക് എല്ലാം താല്പര്യമുണ്ട് ഇവിടേക്ക് വരാൻ. അപ്പോൾ പറഞ്ഞ് ഫീസില്ല, ആർക്ക് വേണമെങ്കിൽ വരാം. എന്നാലും നമുക്കറിയാം ഇങ്ങനെ ഒരു പരിപാടി ഒരു മുഴുവൻ ദിവസം ചിലവാക്കുമ്പോൾ അല്ല നടത്തുമ്പോൾ ഒരു 10-30,000 ഉറുപ്പിക ചിലവ് വരും. നമ്മളാണെങ്കിൽ കാശില്ലാത്തൊരു സംഘടനയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന ആൾക്കാർ പറഞ്ഞതെന്താ വെച്ചാൽ നമ്മളിവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകമുണ്ട്, വേർഡ്സ് ദാറ്റ് ഡാൻസ്. ആ പുസ്തകം വാങ്ങി നമുക്ക് സഹായിക്കും. വേറെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ ബാക്കിൽ പുസ്തകങ്ങൾ വിൽക്കുന്നവരുണ്ട്. അവരുടെ വെറുതെ ഇരിക്കുക. അത് കാണുമ്പോൾ എനിക്ക് വിഷമമാവും. ഇന്ന് വൈകുന്നേരം പോകണ്ടേ. അപ്പോൾ ആ കാര്യം എല്ലാവരും അല്ല പറ്റിയില്ലെങ്കിൽ സാറില്ല, പറ്റാത്തവരുണ്ടെങ്കിൽ സാറില്ല, പറഞ്ഞില്ല എന്ന് വെച്ചാൽ മതി. പറ്റുന്നവർ പുസ്തകം വാങ്ങിച്ചേ പോകാവും. പല പല പുസ്തകങ്ങളുണ്ട്. ഗീത ടീച്ചറുടെ പുസ്തകമുണ്ട്, മനോഹരങ്ങളായ വേറെ പുസ്തകങ്ങളുണ്ട്, പറ്റുന്ന പോലെ. പിന്നെന്ത് വേറെ കാര്യം പറയുന്നത്, ഇപ്പം നമുക്കേ ഇപ്പം നമ്മൾ ചാകുടി പരിപാടി തയ്യാറാക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണമാണ്. ആ സജ്ജീകരണത്തിന് മുമ്പ് അല്പസമയം വേണം. അപ്പോൾ മധുസാരോട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു 1-2 പേർക്ക് സദസ്സിൽ നിന്ന് ഇനി തുടർന്ന് സദസ്സിൽ നിന്നാണ് 1-2 പേർക്ക് ചോദിക്കാം. അദ്ദേഹം വിനയൻ നേരത്തെ ഒന്ന് കാര്യം പറഞ്ഞു. വരൂ മൈക്ക് അവിടെയുണ്ട്. നമസ്കാരം സാറേ. നാരായണപുരാന്തിൻ്റെ 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമുക്കിന്നിവിടെ വിഷയം നാരായണപുരാന്തിനാണ്. ആദരണീയായ കവിയോട് എനിക്കുള്ള ചോദ്യം ഇതാണ്. പറയിപ്പറ്റ 12 മക്കളിൽ 11 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് നാരായണപുരാന്തിനെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് മലയാളികളുടെ മുന്നിലേക്ക് എത്തിച്ച ഈ കാവ്യം, ഈ നാരായണപുരാന്തിന് ഈ 12 മക്കളിലും വ്യത്യസ്തമായ എന്തായിരുന്നു കവിഹൃദയത്തിൽ കണ്ടത്? ആധുനിക ഭാരതത്തിൽ ജനാധിപത്യത്തിൽ കവി മാറ്റിവെച്ച നാരായണപുരാന്തിന് പറയാൻ ഇനിയുള്ള കാലം എന്താണുള്ളത്? ഈ 2 ചോദ്യങ്ങളാണ്. ഞാൻ ഒരു സിനിമാ സംവിധായകനാണ്, മാധ്യമപ്രവർത്തകനാണ്. ഡിസംബർ മാസത്തിൽ നാരായണപുരാന്തിനെ ആധാരമാക്കിക്കൊണ്ട് അതിൽ പറയിപ്പറ്റ 12 മക്കളിൽ ഒരാൾ പെരുന്തച്ചൻ അജയൻ സാറ് സിനിമ ചെയ്തിരുന്നു. ഞാൻ നാരായണപുരാന്തിനെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് വിജയ് സാറുമായി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ 2 ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെങ്കിൽ സാറിൻ്റെ ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയ ചുരുക്കി അവസാനത്തെ ആ ചോദ്യത്തിൻ്റെ ഭാഗം മാത്രം. ഒരു ചോദ്യം ഇതാണ്, 12 മക്കളിൽ നാരായണപുരാന്തിനെ സാറ് കണ്ട വ്യത്യസ്തത. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നാരായണപുരാന്തിൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് നമ്മുടെ ഈ ഭൂമിയോട് അല്ലെങ്കിൽ ലോകത്തോട് ഇനി എന്തെല്ലാം പറയാൻ കവിഹൃദയത്തിൽ ബാക്കി എന്തെല്ലാം ഉണ്ടോ? സാറിന് ഉത്തരം മനസ്സിലായോ? എന്തിനാണ് ഭ്രാന്തൻ എഴുത്തത് അല്ലേ? നാരായണപുരാന്തിന് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒറ്റപ്പെടുത്തപ്പെട്ടവനാണ് ഭ്രാന്തൻ. ബാക്കി എല്ലാവരും അത് താങ്കൾ ഈ വരികൾ ശ്രദ്ധിച്ചാൽ പിടികിട്ടും. തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മൾ ഒന്നെന്ന് ചൊല്ലും ചിരിക്കും. ഇപ്പോഴും നടക്കുന്നതല്ലേ? നമ്മൾ ഏകോദര സഹോദരൻ എന്ന് പറയും. പക്ഷേ തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മളൊന്ന് എന്ന് പൊതുവെ പറയും, ചിരിക്കും. പിന്നെ അന്നത്തെ അന്നത്തിന് അന്യൻ്റെ പാഠങ്ങൾ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കും. ഇതും നടന്നു വരുന്നു. ചാത്തൻ എൻ്റേതെന്ന് കൂറുചേർക്കാൻ ചിലർ ചാത്തിരാംഗം നടത്തുന്നു. ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുകയല്ലേ ഇപ്പോൾ. ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വിളിച്ച് അംഗത്തിന് ആള് കൂട്ടുന്നു. ഇപ്പോഴും നടക്കുന്നില്ലേ?
ഇനി 1000 നാറാണത്ത് ഭ്രാന്തൻ വന്നാലും വീണ്ടും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ബാക്കി 11 അവിടെ ഉണ്ട്, വായില കുഞ്ഞിലപ്പൻ ഒഴികെ. ഈ ബാക്കിയെല്ലാം മേപ്പടിയന്മാരാണ്. വായില കുഞ്ഞിലപ്പനൊന്നും മിണ്ടുന്നില്ല. വായില കുഞ്ഞിലെ പാവത്തിനായി പങ്ക് വാങ്ങി നമ്മൾ പകുത്തെടുക്കുന്നുണ്ട് എല്ലാവരും. ഏതിനായാലും ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും സ്വന്തം മൊഴിയില്ലാത്ത വായില കുഞ്ഞിലപ്പന്മാരായ പാവപ്പെട്ടവരെ കണ്ടു വളർന്നതാണ്. പിൽക്കാലങ്ങളിൽ ഏത് ദേശത്തും ഈ വായില കുഞ്ഞിലെ പാവങ്ങളുടെ പങ്ക് മാറ്റിവെച്ച് അത് പകുത്തെടുത്ത് സുഖിക്കുന്നവർ പെരുത്തില്ലേ? അപ്പൊ ഇനി ഈ ഭ്രാന്തനെ എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ ബാക്കി ഒരുത്തനും ഇത് പറയാൻ അവകാശമില്ല. ബാക്കി ഒരാളിനെ ചോദിക്കാൻ കഴിയില്ല. വായില കുഞ്ഞിലപ്പനും ഈ ഭ്രാന്തന് ഒഴികെ ബാക്കി ആർക്കും ചോദിക്കാൻ പറ്റില്ല. ഭ്രാന്തൻ ഭ്രംശിച്ചവനാണ്. സ്വയം ഭ്രംശിച്ചവനോ മറ്റുള്ളവരാൽ ഭ്രഷ്ടനോ ആണ് ഭ്രാന്തൻ. മനസ്സ് ഭ്രമിച്ചവൻ മാത്രമല്ല, വർണ്ണങ്ങൾ മറ്റു ഉന്മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. വർണ്ണങ്ങൾ ഏത് വർണ്ണമോ ആവട്ടെ, ജാതിയോ മറ്റെന്തെങ്കിലും ആവട്ടെ, വർണ്ണങ്ങളൊന്നുമില്ലാത്ത ഉന്മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞ് ആണ് യവൻ ഈ ഭ്രാന്തനാണ് എന്ന് കൽപ്പിക്കപ്പെടുക. വർണ്ണാതീതം ആണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നവനെ ഇത് പറയാനുണ്ട്. അങ്ങനെയുള്ളവനെ അദ്വൈതബോധം എന്തെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഭ്രാന്തൻ തന്നെയാണ് പറയേണ്ടത് എന്ന് തോന്നിയത്. ഭ്രാന്തൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒന്നൊരു ചരിത്രമാവാം. നമുക്കങ്ങനെയുണ്ട്. ഞാൻ 6ാമത്തെ ഭ്രാന്തൻ്റെ മലയിൽ പോയിട്ടുണ്ട്, കയറാൻ യോഗം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിലോസഫി ആവാം, നമ്മുടെ മിത്താവാം, നമ്മുടെ ആളുകളുടെ പഴയ കണക്കൂട്ടലുകളാവാം. ചീർത്ത കൂനൻകിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ശ്രദ്ധിച്ചിരിക്കും. കൂനൻകിനാക്കളുടെ കുന്നിന്മേൽ മേഘങ്ങളാകുന്ന കാമങ്ങൾ കല്ലുരുട്ടിക്കയറ്റുന്നു. കല്ലുരുട്ടിക്കയറ്റുമ്പോൾ അത് വീണ്ടും താഴോട്ട് പോകുന്നു. ഒരു കാമവും നടപ്പാവുന്നില്ല, വീണ്ടും ഉരുട്ടിക്കയറ്റുന്നു. ഇത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജീവിതം. ആ ജീവിതത്തിൽ ഇത് പറയാൻ ഭ്രാന്തനെപ്പോലൊരു കഥാപാത്രനെ പറ്റൂ. ഇനിയത്തെ കാര്യം പറയാൻ ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഭ്രാന്താണ്. മറ്റേ ഭ്രാന്ത് 6ാമത്തെ ഭ്രാന്തൻ്റെ ഭ്രാന്തല്ല, വേറെ പലതരം ഭ്രാന്തുകളാണ്. തീറ്റയ്ക്കുള്ള ഭ്രാന്ത് തന്നെ ആലോചിച്ച് നോക്കുക. തിന്നിട്ടും മതിയാവാത്തൊരു സമൂഹം. ഇത്രയും വലിയ വയറുണ്ടോ കേരളീയന് എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. തെരുവ് വക്ക് മുഴുവൻ തീറ്റയാണ്. ഒറ്റ വീട്ടിലും അന്നം വേവുന്നില്ല, വീട്ടിൽ അന്നം കൊള്ളില്ല എന്ന് നമ്മൾ വിധിച്ചു കഴിഞ്ഞു. അതാണ് ഒരു ആത്മനിരാസം സംഭവിച്ചത്. ഇവിടെ പല വിധത്തിലുള്ള ഭ്രംശിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി 6ാമത്തെ ഭ്രാന്തൻ എന്നൊരുത്തൻ വന്നാൽ ചിലപ്പോൾ അവനെ ദിവ്യനാക്കി കളയും. ബാക്കി എല്ലാവരും ഭ്രാന്തായതുകൊണ്ട്. അതുകൊണ്ട് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു പ്രത്യേക ശക്തിക്ക് വേണ്ടി അല്ലാതെ സർവലോക സമദർശനം എന്ന് പറയുന്ന പുലർത്തുന്ന പുതിയ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. ഞാൻ യക്ഷി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ യക്ഷി എന്ന കവിതയിൽ നമ്മൾ ഈ ദുർഭൂതങ്ങളെല്ലാം ബലി കൊടുത്ത് വളർത്തി, ചോര കൊടുത്ത് വളർത്തി, സമൂഹത്തിലുള്ള ഒരുപാട് ദുർഭൂതങ്ങളെ ചോര കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണോ വളർത്തിയത് അവരെല്ലാം ഈ യക്ഷി തിന്ന് നശിപ്പിക്കുന്നു, ചോര കുടിക്കുന്നു. പാരിടമോ പിണിയാള്, കാലമെല്ലാം കരിനാള്, പടുപക്ഷി മൂളി നല്ലുയിരും കൊത്തി നിൽക്കേ,
തേവുപുറ തെല്ലുണർന്ന് തേറി വന്നൊരു അൺകുരുന്ന് മന്ത്രമിട്ട് മായ വെട്ടി യന്ത്രത്താൽ ഒഴുകണ്ട് കർമ്മത്താൽ അടക്കം കെട്ടി യക്ഷിയെ കൈ ചൂണ്ടി നിർത്തി എരിവാക്ക് ജപിച്ചെറിവു. യക്ഷിയെടുത്ത് പറയാൻ ഒരു കുഞ്ഞാണ് വരുന്നത്, പുതിയ തലമുറ. അവൻ എരിവാക്ക് ജപിച്ചെറിയുന്നു. നീ ഇനി എല്ലാം തിന്നു മുടിച്ചവളാണല്ലോ, ഇനി നിന്നെ ഞാൻ എൻ്റെ ആത്മാവ് പറിച്ച് ബലിയർപ്പിച്ച് നിന്നെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ആ യക്ഷി ഇവനോട് പറഞ്ഞു, എൻ മകനെ, പൊന്മകനെ, നിൻ മനമാണ് എൻ്റെ മന. ഉന്നയെപ്പോൾ മുള്ള് എൻ തലയിൽ നീ തറയ്ക്ക്. എനിക്ക് വീണ്ടും പഴയതുപോലെ ആകാൻ മോഹമുണ്ട് എന്ന്. നമ്മുടെ നാട് പ്രകൃതിശുദ്ധമായിരുന്ന കാലം ഉണ്ടായിരുന്നിരിക്കും എപ്പോഴോ, എനിക്കറിയില്ല. പക്ഷേ ആ വിശുദ്ധി എല്ലാവരിലും വരാനാണെങ്കിൽ കർമ്മത്തിൻ്റെ ഒഴിവ് കണ്ട് അക്ഷരത്തിൻ്റെ മുള്ളു തറയ്ക്കണം. യക്ഷിയെ വീണ്ടും ലക്ഷ്മി ആക്കണം. ലക്ഷ്മിയാകുന്ന കാലം ഉണ്ടാക്കണമെങ്കിൽ പുതിയ തലമുറ വരണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ ഒരു പ്രാർത്ഥന.